എല്ലാവർക്കും നമസ്കാരം. ബിസിനസ് വളർത്താൻ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ അതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ടതോ പാലിക്കേണ്ടതോ ആയിട്ടുള്ള 5 ഗോൾഡൻ റൂൾസാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കാരണം എല്ലാവരുടെ ആഗ്രഹമാണ് ബിസിനസ് വളരണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇത്തരം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് ആ വളർച്ചയ്ക്ക് പോകുന്നതെങ്കിൽ പലപ്പോഴും ഉദ്ദേശിക്കുന്ന റിസൾട്ട് ആയിരിക്കില്ല ലഭിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ റൂൾ, സിസ്റ്റമാറ്റൈസ് ബിഫോർ യു സ്കെയിൽ, ബിൽഡ് യുവർ സിസ്റ്റംസ് ഫസ്റ്റ് എന്നുള്ളതാണ്. അതായത് സ്കെയിലപ്പ് ചെയ്യുക അല്ലെങ്കിൽ വളർച്ചയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ആദ്യമായിട്ട് ചെയ്യേണ്ട ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് തന്നെ നിലവിലുള്ള കാര്യങ്ങളെ സിസ്റ്റമാറ്റിക് ആക്കിയിരിക്കണം. ക്രിയേറ്റ് റോബസ്റ്റ് പ്രോസസ് ബിഫോർ എക്സ്പാൻഡിങ്. എക്സ്പാൻഷനിലേക്കൊക്കെ പോകുന്നതിനേക്കാൾ മുമ്പ് ഉള്ള കാര്യങ്ങൾ നല്ല സിസ്റ്റമാറ്റിക് ആണ്, റൈറ്റ് പ്രോസസ്സ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. കാരണം വീക്ക് സിസ്റ്റംസ് ആണ് ഉള്ളതെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യും, വലുതാവാൻ പോകുമ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങളും അതോടൊപ്പം വലുതാവും, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ആയിരിക്കില്ല ലഭിക്കുന്നത്. നല്ല ഫൗണ്ടേഷൻ കെട്ടിപ്പടുത്തുക, അതുണ്ടെങ്കിൽ തന്നെ ഭാവിയിൽ വരാനിരിക്കുന്ന പല ക്രൈസിസിൽ നിന്നും നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ കാര്യം സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ അടുത്ത സ്കെയിലപ്പിലേക്ക് നീങ്ങുക. രണ്ടാമത്തെ കാര്യം അഥവാ രണ്ടാമത്തെ റൂൾ, ഫോക്കസ് ഓൺ യുവർ കോർ കോമ്പിറ്റൻസ്. അതായത് പ്ലേറ്റ് യുവർ സ്ട്രെങ്ത് എന്ന് പറയും. നമ്മളുടെ അറിവെന്താ, കഴിവെന്താ, നമ്മൾ ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള ഏരിയ എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക. ഏത് സ്ഥാപനത്തിനും ഏത് വ്യക്തിക്കും ആയിക്കോട്ടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ടാവും. വീക്ക്നെസ്സുകൾ റെക്ടിഫൈ ചെയ്യണം. പക്ഷേ വീക്ക്നെസ് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയാൽ എങ്ങും എത്തിപ്പെടാൻ പറ്റില്ല. വളർച്ച ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്ട്രെങ്ത് എന്താണെന്ന് ശരിക്കും തിരിച്ചറിയുക. എല്ലാ അവസരവും കയറി പിടിക്കാൻ പോകുന്നതിനപ്പുറത്ത് നമ്മുടെ സ്ട്രോങ് ആയ ഏരിയ എന്താണോ അത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. എന്നിട്ട് അത് വളർച്ചയ്ക്ക് വേണ്ടി ഒരു ഗ്രോത്ത് ഡ്രൈവറാക്കി മാറ്റുക. കാരണം നമ്മുടെ സ്ട്രെങ്ത് എന്താണോ അതായിരിക്കും നമുക്ക് കോമ്പറ്റീറ്ററിനെയൊക്കെ അപേക്ഷിച്ച് നമ്മുടെ ഒരു കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. അതിൽ ഫോക്കസ് ചെയ്ത് നീങ്ങുക. മൂന്നാമത്തെ പ്രധാന കാര്യം, ഹയർ ഫോർ ദ നെക്സ്റ്റ് സ്റ്റേജ്, നോട്ട് ജസ്റ്റ് ടുഡേ. ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബിസിനസ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്. ഹയർ വിത്ത് ഫ്യൂച്ചർ ഇൻ മൈൻഡ്. ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം ആളെ എടുക്കാതിരിക്കുക, നാളെയും കൂടെ കണ്ടുകൊണ്ട് നാളത്തെ വളർച്ചയിലേക്ക് നമ്മളോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്ന, നമ്മളതിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ആളുകളെ ഇന്നേ കൊണ്ടുവരിക. ടാലൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ കൂട്ടത്തിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവിടെ അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഭാവിയിലേക്കും കൂടെ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. ഇങ്ങനെ ഷോർട്ട് ടൈമിൽ ഇന്നത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി ഇത്ര രൂപയ്ക്കകത്തൊരാൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഭാവിയും കൂടെ കണ്ടുകൊണ്ട് അത്തരം ആളുകളെ ടീമിലേക്ക് ഹയർ ചെയ്യുക. നാലാമത്തെ കാര്യം, മെയിൻറ്റെയിൻ ക്യാഷ് ഫ്ലോ ഡിസിപ്ലിൻ. ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങളിലൊന്നാണ് ക്യാഷ് ഫ്ലോ. അത് ഒരു ഡിസിപ്ലിൻഡായിട്ട് തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ ക്യാഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം. അതായത് ബിസിനസ്സിൻ്റെ അകത്തുള്ള ക്യാഷ് എല്ലാം എടുത്ത് തോന്നിയ പോലെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല. വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു ലിക്വിഡിറ്റി ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ഹെൽത്തി ഫിനാൻഷ്യൽ ഒരു സംവിധാനം നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാവുക. എങ്കിൽ മാത്രം ഇപ്പം പ്രോഫിറ്റബിലിറ്റി പേപ്പറിൽ കണ്ടു, പക്ഷേ പണമില്ലാത്ത അവസ്ഥ വന്നാൽ പല കാര്യങ്ങളും ബ്ലോക്കായി പോകും. അപ്പോൾ ഒരു ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കണം അടുത്ത സ്കെയിലപ്പ് പ്ലാൻ ചെയ്യേണ്ടത്. അഞ്ചാമത്തെ കാര്യം, മെഷർ വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ്. അതായത് ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ എന്താണോ അത് കറക്റ്റായിട്ട് അളന്ന് കുറിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഉദാഹരണത്തിന് കസ്റ്റമർ റിട്ടൻഷൻ, അതിന് പ്രയോറിറ്റി കൊടുക്കുക. ഉള്ള കസ്റ്റമർ കൊഴിഞ്ഞു പോകാതിരിക്കുന്നുണ്ടോ, എത്രത്തോളം കസ്റ്റമർ നമ്മുടെ കൂടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി അഥവാ പ്രോഫിറ്റ് മാർജിനെ പറ്റിയൊക്കെ കറക്റ്റായിട്ട് ചിന്തിക്കുക. നേരത്തെ പറഞ്ഞ പോലുള്ള ക്യാഷ് ഫ്ലോ മെട്രിക്സുകളിൽ ഫോക്കസ് ചെയ്യുക. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ നല്ല പെർഫോമൻസായ ആളുകളെ നമ്മൾ വിട്ടുപിരിയാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കണം സ്കെയിലപ്പിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം സ്കെയിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വേഗതയിൽ ഗ്രോ ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു റേസൊന്നുമല്ല. ഇറ്റ്സ് എ ജേർണി ടു ഗ്രോ സ്ട്രോങ് എന്നുള്ളതാണ്. വളർച്ച എന്ന് പറയുന്നത് നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം ആ വളർന്ന് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഓരോ കമ്പനിയും ഫോക്കസ് ചെയ്യേണ്ട ചില ഫണ്ടമെൻ്റൽസാണ് നമ്മൾ സംസാരിച്ചത്. ഗോൾഡൻ റൂളായിട്ട് തന്നെ കീപ്പപ്പ് ചെയ്യുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാവട്ടെ സ്കെയിലപ്പിലേക്കുള്ള ജേർണി. താങ്ക് യു.